ഒരു സഹോദരനും സഹോദരിയും സ്കൂളിലുള്ള സാൻഡ് ബോക്സിനടുത്ത് കളിക്കുകയായിരുന്നു. അങ്ങനെ കളിക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പാല് കൈതട്ടി സാൻഡ് ബോക്സിന് മുകളിൽ വീണു. അതിന്റെ അടുത്ത നിമിഷം മുഴുവൻ സ്കൂളിലും മഴ പെയ്യാൻ തുടങ്ങി. ദാഹം തോന്നിയതോടെ അവർ ഒരു കപ്പെടുത്തു മഴവെള്ളം ശേഖരിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ചെറിയ സഹോദരി തിരിച്ചറിഞ്ഞത് അത് വെള്ളമല്ല, പാലാണ്. അവർക്ക് നേരത്തെ സാൻഡ് ബോക്സിൽ വീണ പാൽ ഓർമ്മ വന്നു. പരീക്ഷിക്കാൻ വേണ്ടി ശേഖരിച്ച പാൽ വീണ്ടും സാൻഡ് ബോക്സിൽ ഒഴിച്ചു. ഉടനെ സ്കൂൾ മുഴുവൻ പാൽ മഴ കൂടുതൽ ശക്തിയായി പെയ്യാൻ തുടങ്ങി. സഹോദരൻ മനസ്സിലാക്കി ആ സാൻഡ് ബോക്സ് ഒരു ആംപ്ലിഫയർ പോലെ പ്രവർത്തിക്കുന്നു. അതിൽ വെച്ച എന്തും പല മടങ്ങ് വർദ്ധിക്കാനുള്ള ശക്തിയുണ്ട്. ആ സമയത്ത് ലോകം മുഴുവൻ വളരെ കഷ്ടതയിലായിരുന്നു. ലോകത്തെ മുഴുവൻ ജലവിതരണവും വേഗത്തിൽ ഇല്ലാതാകുകയായിരുന്നു. വെള്ളം കിട്ടുക തന്നെ വലിയ ഭാഗ്യമായി കണ്ടു. ഭക്ഷണവും തീരെ കുറവായിരുന്നു. സഹോദരനും സഹോദരിക്കും ഒരു ആശയം തോന്നി. അവർക്ക് കിട്ടിയിരുന്ന ഒരു ചെറിയ ബ്രെഡിന്റെ കഷണം സാൻഡ് ബോക്സിലേക്ക് എറിഞ്ഞ് കൂടുതൽ ഭക്ഷണം ലഭിക്കട്ടെ എന്ന് ആശിച്ചു. അടുത്ത നിമിഷം നടന്നത് ഞെട്ടിക്കുന്ന അത്ഭുതം. ആകാശത്ത് നിന്നും ബ്രെഡുകൾ മഴ പോലെ പൊഴിഞ്ഞു. ചില ബ്രെഡുകൾ ചെറു കുന്നിന്റെ വലുപ്പം പോലും ആയിരുന്നു. സ്കൂളിൽ ജീവിച്ചിരുന്നവർ അത് പരീക്ഷിച്ചു നോക്കിയപ്പോൾ സുരക്ഷിതമായ ഭക്ഷണം തന്നെയെന്ന് മനസ്സിലാക്കി അവർ അത് തമ്മിൽ പങ്കുവെച്ചു. ദൈവത്തിന്റെ ദാനം എന്ന് കരുതി. സഹോദരനും സഹോദരിയും സാൻഡ് ബോക്സിന്റെ രഹസ്യം ആരോടും പറഞ്ഞില്ല. പകരം വിവിധ ഭക്ഷണ വസ്തുക്കൾ അതിലൂടെ വർദ്ധിപ്പിച്ച് എല്ലാ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. പിന്നാലെ പുറത്തുള്ള ചില ആളുകളും ഈ വാർത്ത അറിഞ്ഞു. ഒരു ഗുണ്ടാ സംഘം സ്കൂളിലെ ഭക്ഷണം ആവശ്യപ്പെട്ടു അകത്ത് കയറി. അവർ പാലിയും ബ്രെഡും കണ്ടപ്പോൾ അധ്യാപകനെ ചോദ്യം ചെയ്തു. വിദ്യാർത്ഥികൾ പറഞ്ഞു ഇത് ആകാശത്തിൽ നിന്ന് വീണതാണ്. പക്ഷേ അതിൽ അവർ വിശ്വസിച്ചില്ല. സംഘത്തലവൻ സ്കൂളിലെ ജീവനക്കാരെ പീഡിപ്പിക്കാൻ ഉത്തരവിട്ടു. അത് കണ്ടു സഹോദരങ്ങളും സാൻഡ് ബോക്സിന്റെ അടുത്തേക്ക് ഓടി. സഹോദരി ഒരു മെഗാഫോൺ എടുത്ത് സാൻഡ് ബോക്സിലേക്ക് ശബ്ദം വിളിച്ചു. അത് കണ്ടപ്പോൾ ഗുണ്ടകൾ ഞെട്ടി. സഹോദരി പറഞ്ഞു ഞാനാണ് ഈ സ്കൂളിന്റെ കാര്യം. പിന്നെ അവൾ ഒരു ഫ്ലാഷ് ലൈറ്റ് സാൻഡ് ബോക്സിലേക്ക് അടിച്ചു. ആകാശത്ത് മിന്നൽ പോലെ പ്രകാശം തെളിഞ്ഞു. ഭയന്ന ഗുണ്ടകൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അവരിൽ ഒരാൾ പറഞ്ഞു ഇത് വെറും ഫ്ലാഷ് ലൈറ്റ് തന്ത്രം മാത്രം. അടുത്ത ദിവസം അവർ വീണ്ടും സ്കൂളിലേക്ക് മടങ്ങി വന്നു. ഭക്ഷണവും സാധനങ്ങളും കവർച്ച ചെയ്യാനായി സഹോദരൻ അതിനെ തടയാൻ ശ്രമിച്ചെങ്കിലും നേതാവ് അവനെ പിടിച്ചു. സഹോദരി വീണ്ടും സാൻഡ് ബോക്സിന്റെ അടുത്തേക്ക് ഓടി കല്ലുകൾ എറിഞ്ഞു. അപ്പോൾ തന്നെ ആകാശത്ത് നിന്ന് ഉൽക്കകൾ വീഴാൻ തുടങ്ങി. പക്ഷേ അവ സഹോദരിയുടെ നിയന്ത്രണത്തിൽ ദുഷ്ടരുടെ അടുത്ത് മാത്രം വീണു. അവർ ശിക്ഷിക്കപ്പെട്ടു. ഒടുവിൽ ഭയന്ന് പൂർണ്ണമായും പിന്മാറി.